നമസ്കാരം, ഞാൻ നിങ്ങളുടെ പ്രദീപ് കുമാർ. ഏറെ നാളത്തിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ വിടാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നിനുമല്ല, നമുക്കറിയാലോ, ഖദർ എന്നൊരു ആപ്പ് കേരള സർക്കാർ ഇറക്കിയിരുന്നതും അതിൻ്റെ പ്രൊമോഷനായിട്ട് PM കിസാനിലെ കർഷകരാണ് കൂടുതലും രജിസ്റ്റർ ചെയ്തത്. അതെല്ലാ കർഷകർക്കും വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു. അത് നല്ലൊരു ആപ്പ് തന്നെയാണ്. പക്ഷേ അതും ഇതിനിടയിൽ ഇപ്പോൾ അഗ്രി സ്റ്റക്ക് എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫാർമർ രജിസ്ട്രി അത് നിലവിൽ വന്നിട്ടുണ്ട്. അത് ഓൾ ഇന്ത്യ ബേസിൽ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതുണ്ട്. എല്ലാ കർഷകരും തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ആധാർ കാർഡ്, തനത് വർഷം കരം തീർത്ത രസീത്, ആധാർ ലിങ്ക്ഡ് മൊബൈൽ ഫോണ്, ഇതുമായിട്ട് നമ്മുടെ കേരളത്തിൽ അത് ചെയ്യുന്നത് കൃഷിഭവനിൽ തന്നെയാണ്. അതുകൊണ്ട് കൃഷിഭവനിൽ നിങ്ങൾ ചെല്ലണം. ഇപ്പോൾ പലരും ഈ ഖദർ ആപ്പ് ആണ് ഇത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അത് അല്ല, ആ തെറ്റിദ്ധാരണ മാറുന്നതിന് വേണ്ടിയാണ് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഖദർ ആപ്പ് ചെയ്തതാണ്, അപ്പോൾ ഇനി ഇതും ചെയ്യണോ, ഇതെന്താണ്? നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാർമർ ID എന്ന് തന്നെ പറയാം. നമ്മൾ ആധാർ കാർഡ് ഇന്ത്യയിൽ ഒറ്റക്കും ഒന്നാണെങ്കിൽ, അതുപോലെ തന്നെ പാൻ കാർഡ് ഇന്ത്യയിൽ ഒറ്റക്കും ഒരാൾക്ക് ഒന്നാണ് എങ്കിൽ, ഫാർമറായിരിക്കുന്ന എല്ലാവർക്കും ഈ ഫാർമർ ID എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒറ്റക്കും ഒന്നായിരിക്കും. അതുകൊണ്ട് ഫാർമർ രജിസ്ട്രേഷൻ കമ്പൾസറി ആവശ്യമാണ്. അത് PM കിസാൻ കിട്ടണു എന്നുള്ളതല്ല, എല്ലാ ഫാർമർമാരും ഈ ഖദർ ആപ്പ് ചെയ്യേണ്ടതുപോലെ തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം. അത് സമീപഭാവിയിൽ നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും നേരിട്ട് കിട്ടുന്നതിനുള്ള ഒരു വഴി വയ്ക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.